إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അത് നമ്മളിൽ പ്രകടമാകുന്ന രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഒന്ന്, പ്രവാചകനെ പിൻപറ്റണം, എല്ലാ കാര്യങ്ങളിലും പ്രവാചകനെ നമ്മൾ അനുസരിക്കണം. രണ്ട്, പ്രവാചകൻ കൊണ്ടുവന്ന മതപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓരോരുത്തരെയും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു കാര്യമാണ് പ്രവാചകനോടുള്ള ചില മര്യാദകൾ. ജീവിതകാലത്തും മരണശേഷവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില മര്യാദകൾ പരിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകനിൽ നിന്ന് ദീന് കേട്ട് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച മര്യാദകൾ വളരെ വ്യക്തമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രവാചകനെ ഒരിക്കലും പ്രവാചകന്റെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യരുത് എന്നാണ് പ്രവാചകനോടുള്ള ഒന്നാമത്തെ മര്യാദയായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ലാ തജഅലു ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദ. നിങ്ങൾ പരസ്പരം പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് പോലെ ഒരിക്കലും യാ മുഹമ്മദ്, യാ അഹമ്മദ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നതല്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ
പ്രവാചകനേക്കാളും ശബ്ദമുയർത്തി നമ്മൾ സംസാരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യരോടാണ് അള്ളാഹുവിന്റെ സംസാരം. ഏ വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകന്റെ ശബ്ദത്തെക്കാളും നമ്മുടെ ശബ്ദം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രവാചകന്റെ സദസ്സിൽ നമ്മൾ ഉയർത്താൻ പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ആ പ്രവാചകനോടുള്ള അദബിന്റെ ഭാഗമാണ്, ആ പ്രവാചകനോടുള്ള മര്യാദയാണ് ആ പ്രവാചകന്റെ പള്ളിയിൽ ആ പ്രവാചകനേക്കാളും ശബ്ദമുയർത്തി സംസാരിക്കുക എന്നത്, അഥവാ മസ്ജിദുൻ നബവിയിൽ ശബ്ദമുയർത്തി സംസാരിക്കുക എന്നത് ആ പ്രവാചകനോടുള്ള അദബ് കേടാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു ഖായിമൻ ഫിൽ മസ്ജിദിൻ നബവി, ഞാൻ മസ്ജിദുൻ നബവിയിൽ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടാളുകൾ തമ്മിൽ ഭയങ്കര തർക്കം നടക്കുകയാണ്. അങ്ങനെ രണ്ടാളുകൾ തമ്മിൽ തർക്കം നടക്കുന്നതിനിടയിൽ അവർ പൊരിഞ്ഞടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ്. അതിനിടയിൽ ഒരു കല്ലെന്റെ ശരീരത്തിൽ കൊണ്ടു. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ആ പ്രശ്നമുണ്ടാക്കുന്ന രണ്ടുപേരെയും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവർ രണ്ടുപേരെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, മൻ അൻതുമ, നിങ്ങൾ രണ്ടുപേരാരാണ്? മിൻ ഐന അൻതുമ, എവിടുന്നാണ് നിങ്ങൾ രണ്ടുപേരും വരുന്നത്? അവർ രണ്ടുപേരും പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫ്, ഞങ്ങളുടെ ത്വായിഫുകാരാണ്. ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുൻതുമാ മിൻ അഹ്ലിൽ ബലദി ലഔജഅതുകുമാ, നിങ്ങളെങ്ങാനും മദീനക്കാരാണെങ്കിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുമായിരുന്നു. നിങ്ങൾ എന്റെ നാട്ടുകാരല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രൂക്ഷമായ ഭാഷയിൽ അവരോട് സംസാരിച്ചു. തർഫഅനി അസ്വാതകുമാ ഫീ സൗതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലാണോ നിങ്ങൾ ഇങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. നമ്മളൊക്കെ ഉംറക്ക് പോകുന്നവരാണ്, ഹജ്ജിന് പോകുന്നവരാണ്, മസ്ജിദുൻ നബവി സന്ദർശിക്കുന്നവരാണ്. പ്രവാചകനോട് ഒരു അണുമണിത്തൂക്കം സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ പള്ളിയിൽ വെച്ചിട്ട് അപവാദം അല്ലെങ്കിൽ അപമര്യാദയായി അല്ലെങ്കിൽ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി കോലാഹലം ഉണ്ടാക്കി അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മര്യാദ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ പ്രകടമാകേണ്ട മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവിടെ ഹദീസുകളെ നമ്മൾ ബഹുമാനിക്കണം. ഹദീസുകളെ ബഹുമാനിക്കണം. ഇത് ഹദീസാണ്. ആര് പറഞ്ഞതാണ്? ആരെങ്കിലും പറഞ്ഞതല്ല. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അത് ആ അർത്ഥത്തിൽ ഇത് അള്ളാഹുവിന്റെ വഹ്യാണ് എന്ന അർത്ഥത്തിൽ അതിനെ ബഹുമാനിക്കണമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മുൻഗാമികളായ സലഫുകൾ അവരാണ് എല്ലാത്തിലും നമ്മുടെ മാതൃക. എല്ലാത്തിലും നമ്മുടെ മാതൃകയായ സലഫുകൾ അവർ ഹദീസ് പഠിക്കുമ്പോൾ, അത് പഠിപ്പിക്കുമ്പോൾ, അത് പ്രചരിപ്പിക്കുമ്പോൾ അവർ ഹദീസുകളെ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു എന്നതിന്റെ ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുറാറത്ത് ബിൻ മുറ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്, കാന യക്റഹൂന അൻ യുഹദ്ദിസ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹും അലാ ഗൈരി വുദൂഇൻ. നമ്മുടെ പൂർവികരായ സലഫു സാലിഹീങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ വുദു ഇല്ലാതെ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ പോലും അവർ വെറുത്തിരുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിക്കണമെങ്കിൽ വുദു നിർബന്ധമാണ് എന്ന അസലല്ല പഠിപ്പിക്കുന്നത്. മറിച്ച് ഹദീസിനോടുള്ള ബഹുമാനം കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളോടുള്ള ആദരവ് കൊണ്ട്, പ്രവാചകനോടുള്ള ആദരവ് കൊണ്ട് വുദു എടുത്തിട്ടായിരുന്നു ഞങ്ങളുടെ ഹദീസ് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് പറയുമായിരുന്നു. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുന്നുണ്ട്, കാന മുഹമ്മദ് ബിൻ സീരീൻ യതഹദ്ദസ് വയദ്ഹക്. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും. നമ്മളൊക്കെ സംസാരിക്കുമല്ലോ, ആളുകളോട് സംസാരിക്കും, ചിരിക്കും, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ ഫഇദാ ജാഅൽ ഹദീസ്, അതിനിടയിൽ ഒരു ഹദീസ് പറയാൻ വന്നാൽ, ഒരു ഹദീസ് പറഞ്ഞാൽ ഖശഅ, അയാളാകെ തലതാത്തി,
പേടിച്ച് അവിടെ ചിരി നിർത്തും. ഇവിടെ നോക്കൂ, ഹദീസിനോടുള്ള ബഹുമാനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനമാണ്. ഹമ്മാദ് ബിൻ സലമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കുന്ന അയ്യൂബ് സഖ്തി റഹിമഹുല്ലാ, അയ്യൂബ് സഖ്തി റഹിമഹുല്ല ഞങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കൂടെ ഹദീസ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടെ ഇരുന്നപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഭയങ്കര ബഹളം കേൾക്കാണ്. ബഹളം കേട്ടപ്പോ അയ്യൂബ് സഖ്തി ഞങ്ങളോട് ചോദിച്ചു, മഹാദല്ലഹത്ത്, ഈ ശബ്ദം എന്താണ്? ഈ ശബ്ദം എന്താണ്? ഈ ഹദീസ് പഠിക്കുന്നതിനിടയിൽ എവിടുന്നാണ് ഈ കോലാഹലം കേൾക്കുന്നത്? ഉടനെ തന്നെ അദ്ദേഹം പറയുന്നു, അമാ ബലഅഹും അന്ന റഫ്അ സൗതി ഇൻദൽ ഹദീസി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറഫ്ഇ സൗതി അലൈഹി ഫി ആയാതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുക, ബഹളമുണ്ടാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ റസൂലിനേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെയാണ്. റസൂലുള്ളാന്റെ സദസ്സിൽ ഇരുന്നിട്ട് ഒരാൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെയാണ് പ്രവാചകന്റെ ഹദീസ് കേൾക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കുക, ബഹളം ഉണ്ടാക്കുക എന്നുള്ളത്. അത്ര ഗൗരവത്തിലാണ് ഞങ്ങളതിനെ കണ്ടിരുന്നത്. പ്രവാചകന്റെ ഹദീസിനെ നമ്മൾ ബഹുമാനിക്കണം. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മഹത്വപ്പെടുത്തണം എല്ലാവരേക്കാളും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളേക്കാൾ, എൻ്റെ മാതാപിതാക്കളെക്കാൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാനും ബഹുമാനിക്കാനും മഹത്വപ്പെടുത്താനും എനിക്ക് സാധിക്കേണ്ടതുണ്ട്, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലിനാണ് ജീവിതത്തിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ബിദ്അത്തിന്റെ കക്ഷികളായ ശിയാക്കളിലെ റാഫിലുകൾ അവർ റസൂലിനേക്കാളും മഹത്വം കൊടുക്കുന്നത് അവരുടെ ഇമാമുകൾക്കാണ്. എത്രത്തോളം ഇമാമുകളെ ആരാധിക്കുന്ന ഒരവസ്ഥ വരെ എത്തി. എന്തിന്? നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞ് ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനേക്കാളും ഫളിലുള്ള ആളുകളായി നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാരെ സമൂഹത്തിന് മുമ്പിൽ അവരോധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രവാചകനോട് ഒരണുമണിത്തൂക്കം സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ ആ പ്രവാചകൻ പറയുന്നുണ്ട്, അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. മാത്രമല്ല വഅവ്വലു മൻ യൻശഖു അൻഹുൽ ഖബ്ർ, നാളെ ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്നത് ഞാനാണ്. അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ, ആദ്യമായി ശഫാഅത്ത് ചോദിക്കുന്നതും ആദ്യമായി ശഫാഅത്തിന് അനുവാദം ലഭിക്കുന്നതും എനിക്കാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി മുട്ടുന്നത്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, വലിവാഉൽ ഹംദി ബിയദി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് സ്തുതിയുടെ പതാക നാളെ ഖിയാമത്ത് നാളിൽ എന്റെ കയ്യിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ ഒരാളെയും മഹത്വപ്പെടുത്താനോ അദ്ദേഹത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ഒരാളെയും മഹത്വപ്പെടുത്താനോ മുൻഗണന കൊടുക്കാനോ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അഞ്ചാമത്തത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഏത് വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായാലും പ്രവാചകനിലേക്ക് ആ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതയിലുള്ള പരിഹാരത്തിന് വേണ്ടി പ്രവാചകനെ നമ്മൾ അവലംബിക്കണം. അത്തഹാക്കും ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഏത് വിഷയത്തിലും, മതപരമായ ഏത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് വിധി തേടി പോകണം. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഫലാ വറബ്ബിക്, അല്ലാഹുവാണ് സത്യം, ലാ യുഅ്മിനൂൻ, സത്യവിശ്വാസികളാവുകയില്ല, അതാ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസികളാവുകയില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഒരു വിധി പറഞ്ഞു. ആ വിധി പറഞ്ഞ വിഷയത്തിൽ സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്, അള്ളാഹുവിന്റെ റസൂൽ വിധിച്ച കാര്യത്തിൽ പിന്നെ മനസ്സിൽ ഇതെന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലല്ലോ, ഇതെന്റെ കുടുംബത്തിന് ഇഷ്ടമില്ലല്ലോ, ഇത് നാട്ടുകാർക്ക് ഇഷ്ടമില്ലല്ലോ, ഇത് സമൂഹത്തിന് ഇഷ്ടമില്ലല്ലോ, അങ്ങനത്തെ ഒരു വെറുപ്പ്, അങ്ങനത്തെ ഒരു അതൃപ്തി ആ വിധിയോടുണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, ഇരു കൈകളും നീട്ടി ആ വിധിയെ സ്വീകരിക്കണം. അവനാണ് മുഅ്മിൻ,
അവനാണ് വിശ്വാസികളോട്, പ്രവാചകനോട് സ്നേഹമുള്ളവർ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു ഖയ്യിം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. വകുല്ലു മൻ ഖറജ അൻ സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വശരീഅതി, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ തൊട്ടും അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ശരീഅത്തിനെ തൊട്ടും അതിൽ നിന്ന് ആരെങ്കിലും പുറത്തുപോയാൽ ഫഖദ് അഖ്സമല്ലാഹു ബിനഫ്സിഹിൽ മുഖദ്ദസ, അല്ലാഹു തന്റെ പരിശുദ്ധമായ നഫ്സിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്നഹു ലാ യുഅ്മിൻ, അവൻ വിശ്വാസിയല്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, ദീനൊരു കാര്യം നമ്മളെ പഠിപ്പിച്ചു തന്നു, അതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒഴിവായി പോവാണെങ്കിൽ അന്നഹു ലാ യുഅ്മിൻ, അവൻ സത്യവിശ്വാസിയല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു ഹത്താ യർളാ ബിഹുക്മി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിധി അവർ തൃപ്തിപ്പെടുന്നത് വരെ. എന്നിട്ട് ഫീ ജമീഇ മാ ശജറ ബൈനഹും മിൻ ഉമൂരി ദുനിയ വദ്ദുനിയ, ഉമൂരി ദുനിയ വദ്ദീൻ, ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയുന്നവർ മാത്രമാണ് മുഅ്മിനീങ്ങളെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്ന അടയാളങ്ങളുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ പ്രകടമാകുന്ന ആറാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ നിരന്തരം ഓർക്കുന്നവരായിരിക്കും. റസൂലിനെ ഓർക്കുക എന്നത് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന വ്യക്തിയെ എത്രത്തോളം ഓർക്കുന്നുണ്ടോ അത്രയും അവനോടുള്ള സ്നേഹം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ലിഅന്നൽ അബ്ദ കുല്ലമാ അക്സറ മിൻ ദിക്രിൽ മഹ്ബൂബ്, സ്നേഹിക്കുന്ന വ്യക്തിയെ എത്രത്തോളം നമ്മൾ ഓർക്കുന്നുണ്ടോ അതിനനുസരിച്ച് അവരോടുള്ള ഇഷ്ടം വർദ്ധിക്കും. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഓർക്കുന്നുണ്ടോ, ആ പ്രവാചകൻ മുഖേന നമുക്ക് ലഭിച്ച നന്മകൾ എത്രത്തോളം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആ വ്യക്തിയോടുള്ള ഇഷ്ടം നമുക്ക് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓർക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക, പ്രവാചകന് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലുക. പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാമും സലാത്തും നിങ്ങളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്, അത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തരത്തിലുള്ള ഒരു സ്വലാത്ത് വാർഷികം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല. നമ്മുടെ നാട്ടിലുള്ള നാരിയത്ത് സലാത്ത്, ശിർക്കിലേക്ക് എത്തിക്കുന്ന വരികൾ നിങ്ങൾ നോക്കൂ, ബിദ്അത്തിലേക്ക് എത്തിക്കുന്ന വരികൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല. അത് പറയുമ്പോൾ അങ്ങനെ ഒരു സ്വലാത്ത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നു എന്നാൽ സ്വലാത്ത് തന്നെ ഇല്ല. അങ്ങനെയല്ല, സ്വലാത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രവാചകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ എണ്ണവും വണ്ണവും നിശ്ചയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ഇബ്രാഹിമിയ സ്വലാത്ത് 8 രൂപത്തിൽ ഹദീസുകളിലുണ്ട്. അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അത് നമ്മൾ ചൊല്ലണം. രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും എന്റെ പേരിൽ 10 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവനെന്റെ ശഫാഅത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നശിക്കട്ടെ, മുഖം കുത്തി വീഴട്ടെ. ആരാണെന്ന് ചോദിച്ചപ്പോ എന്റെ പേര് കേട്ടിട്ടും സ്വലാത്തു ചൊല്ലാത്തവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊരു ഹദീസിൽ അൽ ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞത് ആരെയാണ്? മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. തീർന്നിട്ടില്ല, മൻ തറക സ്വലാഹ് അലയ്യ ഫതീഅതുർകൽ ജന്ന, എന്റെ പേരിലുള്ള സലാത്ത് ഒരാൾ ഒഴിവാക്കിയാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? അയാൾ സ്വർഗത്തിന്റെ മാർഗത്തെ ഒഴിവാക്കി ആ സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവനാണ്.
അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലാത്തവൻ സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവനാണ്, അവൻ പിശുക്കനാണ്. മാത്രമല്ല അവനെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ എപ്പോഴും ഓർക്കണം. ഓർക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഏഴാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. പ്രവാചകന്റെ യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കണം. പ്രവാചകന്റെ മനോഹരമായ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, എല്ലാ മേഖലകളും നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ആ പഠനമാണ് ആ പ്രവാചകനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കി പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യത നൽകുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മറക്കരുത്. മാത്രമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രവാചകന്റെ സുന്നത്തുകളെ അത് ജീവിപ്പിക്കുകയും സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത്. അത് ഏറ്റവും പ്രധാനമാണ്. ആളുകൾ ഇന്ന് മറന്നുപോയി അവഗണിക്കുന്ന കുറെ സുന്നത്തുകളുണ്ട്. അത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക എന്നത് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായ ഒരു മേഖലയാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക അത് ദീന് പഠിച്ചുകൊണ്ട്, ഹദീസുകൾ പഠിച്ചുകൊണ്ടാണ്. അങ്ങനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് പ്രവാചകനോടുള്ള സ്നേഹം നമ്മളിൽ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന കാര്യം മറക്കരുത്. അങ്ങനെ പ്രവാചക സ്നേഹം യഥാർത്ഥത്തിൽ ഉള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിലെ പലരും ഇന്ന് രോഗികളാണ്, പലരുമിന്ന് ബെഡുകളിലാണ്, പലരുമിന്ന് ക്ഷീണത്തിലാണ്, അവശതയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. അവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.